2025 ഫെബ്രുവരിയിൽ ആരംഭിക്കുന്നത്. ഒരു മാസം കഴിഞ്ഞിട്ടെങ്കിലും കൂടുതൽ വൈകിയില്ല എന്ന ആശ്വാസത്തോടും ഒരു ക്ഷമാപണത്തോടും കൂടി തുടങ്ങിക്കും. പ്രത്യേകിച്ച് യാത്രകളോ കാരുണ്യ പ്രവർത്തനങ്ങളോ കഴിഞ്ഞ വർഷം നടന്നില്ല എങ്കിലും നമ്മുടെ സഹപാഠികളുടെ മക്കളുടെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി. എല്ലാവരും ഒത്തുകൂടാനും സൗഹൃദം ഊട്ടിയുറപ്പിക്കുവാനും ഇത് സഹായകമായിട്ടുണ്ട്. 30 അംഗങ്ങൾ പങ്കെടുത്ത കല്യാണമായിരുന്നു ജനാർദ്ദന്റെയും ഗോപാലിന്റെയും ഹമീദിന്റെയും മക്കളുടെ. ഒരു ഗ്രൂപ്പിന്റെ കൂടിച്ചേരലിന്റെ അന്തരീക്ഷം തന്നെയായിരുന്നു അത് എന്ന് പറയുന്നു. ഗ്രൂപ്പ് സജീവമാക്കുന്നതിന്റെ ഭാഗമായി ഇലക്ഷൻ പ്രവചന മത്സരം നടത്തുകയും വിജയികൾക്ക് സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. കൂടാതെ സെപ്റ്റംബർ 18 നമ്മൾ താനൂർ SMUP സ്കൂളിൽ വെച്ച് ഓണാഘോഷം വളരെ ഭംഗിയായി ആഘോഷിച്ചു. പാട്ടും കളികളും കോൽക്കളിയും വിഭവസമൃദ്ധമായ സദ്യയും ഓണാഘോഷത്തിന് മാറ്റുവെച്ചു. നാസം, അഷ്റഫ്, രമണി എന്നിവർ സ്പോൺസർ ചെയ്ത ഓണം കൂടി നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഔദ്യോഗിക വിരമിക്കൽ ആഘോഷമാക്കാനും നമ്മുടെ 2 സുഹൃത്തുക്കൾ മറന്നില്ല എന്നതും എടുത്തു പറയേണ്ടത് തന്നെ. വള്ളിയും വിജയനും. വിജയൻ സംഗമം ഓഡിറ്റോറിയത്തിൽ വെച്ചും വള്ളി നമ്മുടെ ഓണസദ്യയുടെ പേരിലും. ഇനി 2024 ഫൈനാൻസ് റിപ്പോർട്ട് അവതരിപ്പിക്കാം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 61,100 രൂപ അംഗങ്ങളിൽ നിന്ന് ലഭിച്ചു. നിലവിൽ ആകെയുള്ള 105 മെമ്പർമാരിൽ നിന്നും 51 പേർ നമ്മുടെ ഫണ്ടിലേക്ക് സംഭാവന നൽകി. അതിനു പുറമെ മറ്റ് സ്പോൺസർഷിപ്പ് ഇനത്തിൽ 9,050 രൂപയും കിട്ടി. മൊത്തം 2024 70,150 രൂപ ഈ വർഷത്തിൽ ഫണ്ടിലേക്ക് ലഭിച്ചു. 2023-24 ഫണ്ട് ഇനത്തിലും മറ്റ് സ്പോൺസർഷിപ്പ് മുഖേനയും ലഭിച്ച തുകയിൽ നിന്നും 59,328 രൂപ മിച്ചം വാങ്ങി. 2024 57,044 രൂപ ചിലവും വന്നു. തുഞ്ചൻപറമ്പിൽ വെച്ച് ജൂലൈ 19 നടന്ന ഗ്യാതറിംഗ് 4,400 രൂപയും ഓണം പ്രോഗ്രാമിന് 18,890 രൂപയും ഇഫ്താർ മീറ്റിന് 9,000 രൂപയും ചിലവ് വന്നു. ഇഫ്താർ ചിലവുകൾ കുറച്ച് മെമ്പർമാർ ഏറ്റെടുത്തിരുന്നു. വേൾഡ് പ്രവചന മത്സരത്തിന് 14,500 രൂപ ഇതിന് കിട്ടി. മുഴുവൻ തുകയും സമ്മാനമായി. 2024 ജനുവരി മുതൽ 2025 ഈ ദിവസം വരെ 2023 മുതൽ ഉള്ള നീക്കിയിരിപ്പ് 1,64,750 രൂപ വരവും 1,8,272 രൂപ ചെലവും കഴിഞ്ഞ് ഇപ്പോൾ 56,478 രൂപ നീക്കിയിരിപ്പുണ്ട്. നമ്മൾ അംഗങ്ങളുടെ കല്യാണ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ഗ്രൂപ്പിന്റെ വകയായി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതും പതിവാണ്. നമ്മുടെ ചിലവുകൾ ഈ ഇനത്തിലാണ്. മറ്റു പരിപാടികൾക്ക് അപ്പോൾ തിരിച്ചെടുക്കുകയും ചിലവാക്കുകയും ആണ് പതിവ്. 2025 ഫണ്ടിലേക്ക് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് ഈ അവസരത്തിൽ വിനീതമായി അപേക്ഷിക്കുന്നു. പുതിയ ഫണ്ടിന്റെ കീഴിൽ പൂർവാധികം ഭംഗിയായും ഊർജ്ജസ്വലമായും സമയബന്ധിതമായും കാരുണ്യ പ്രവർത്തനങ്ങളും ആഘോഷങ്ങളും എല്ലാം നടക്കട്ടെ എന്നും ഗ്രൂപ്പ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ആരോഗ്യത്തോടെ ഇരിക്കാനും ദൈവം തുണയാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് പുതിയ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം.